എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 50 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തത്, ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്ത്. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? ബോൾഷെവിക് വിപ്ലവം നടന്നത് റഷ്യയിലാണ് ബോൾഷെവിക് വിപ്ലവം നടന്നത്. സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്ക്. സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 124. അടുത്ത ക്വസ്റ്റ്യൻ, അവനവൻ കടമ്പ രചിച്ചത്? കാവാലം നാരായണ പണിക്കർ. അവനവൻ കടമ്പ രചിച്ചത് കാവാലം നാരായണ പണിക്കർ. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര്? ഡി വിൻസെൻ്റ് ആണ് അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത്. മഹാരാജ രഞ്ജിത് സിംഗിനെ കോഹിനൂർ സമ്മാനിച്ചത് ആരാണ്? മഹാരാജ രഞ്ജിത് സിംഗിനെ കോഹിനൂർ സമ്മാനിച്ചത് മുഹമ്മദ് ഷാ ആണ്. മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ. മാനസ ചാബല്യം വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണ്. അടുത്തത്, മാപ്പിള സമരവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ ബ്രിട്ടീഷ് കളക്ടർ ആരാണ്? മാപ്പിള സമരവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ ബ്രിട്ടീഷ് കളക്ടറാണ് HV കൊനോലി. മുനിചര്യ പഞ്ചത്തിൻ്റെ കർത്താവ്. മുനിചര്യ പഞ്ചത്തിൻ്റെ കർത്താവാണ് ശ്രീനാരായണ ഗുരു. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അടുത്തത്, മുസ്ലിങ്ങളുടെ ഏറ്റവും പാവന സ്ഥലമായ കഅബ ഏത് രാജ്യത്താണ്? മുസ്ലിങ്ങളുടെ ഏറ്റവും പാവന സ്ഥലമായ കഅബ ഏത് രാജ്യത്താണ്? സൗദി അറേബ്യ. അടുത്തത്, മുക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മുക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൃത്യുഞ്ജയം എന്ന നാടകം അവതരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? കുമാരനാശാൻ. മൃത്യുഞ്ജയം എന്ന നാടകം അവതരിപ്പിച്ച നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. മൃത്യുഞ്ജയം കാവ്യഗീതം എന്ന പേരിൽ കുമാരനാശാനെ കുറിച്ച് പുസ്തകം രചിച്ചത് ആരാണ്? MK സാനു. മൃത്യുഞ്ജയ കാവ്യഗീതം എന്ന പേരിൽ കുമാരനാശാനെ കുറിച്ച് പുസ്തകം രചിച്ചത് MK സാനു ആണ്. അടുത്തത്, മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അടുത്തത്, അദ്വൈത പഞ്ചരം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. അദ്വൈത പഞ്ചരം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താമണി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ അദ്വൈത പഞ്ചരവും അദ്വൈത ചിന്താ പദ്ധതിയും രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ദീപിക രചിച്ചത് ശ്രീനാരായണ ഗുരു. അദ്വൈത ദീപിക രചിച്ചത് ശ്രീനാരായണ ഗുരു. അടുത്തത്, അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ ഒരു കൊതുക് ആണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനെ ഉദ്ദേശിച്ചാണ്. ആരുടെ അനുയായികളായിരുന്നു തവിട്ട് കുപ്പായക്കാർ?
ആരുടെ അനുയായികളായിരുന്നു തവിട്ടുകുപ്പായക്കാരെ? ഹിറ്റ്ലറുടെ. രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന വീടാണ് ജറാസങ്കോ ഭവനം. രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന വീടാണ് ജറാസങ്കോ ഭവനം. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനം ഏതാണ്? കുങ്കുമം, കുങ്കുമപ്പൂവ്. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് വുഡ് ഡെസ്പാച്ച് ആണ്. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് വുഡ് ഡെസ്പാച്ച്. ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് രാഷ്ട്രങ്ങൾ ഏതാണ്? ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് രാഷ്ട്രങ്ങൾ മൗറീഷ്യസ്, ഫിജി. ഇന്ത്യൻ കറൻസിയിലെ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17 ഭാഷകളിൽ. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17 ഭാഷകളിൽ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനാണ് PC മഹലാനോബിസ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനാണ് PC മഹലാനോബിസ്. ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പാക്കിയ വർഷം 1861. ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പാക്കിയ വർഷമാണ് 1861. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവാണ് RD കാർവേ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന തീയതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന തീയതിയാണ് 2005 ഏപ്രിൽ 1. വാറ്റ് നിലവിൽ വന്നതാണ് കേട്ടോ. മൂല്യവർദ്ധിത നികുതി വാറ്റ് നിലവിൽ വന്നത് 2005 ഏപ്രിൽ 1. ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത്? ആംസ്റ്റർഡാം. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത്? ആംസ്റ്റർഡാമിൽ നിന്ന്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിതയാണ് മായാവതി. അടുത്തത്, ഇന്ത്യൻ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക പാർട്ടി. ഇന്ത്യൻ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് DMK. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് DMK. ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യത്തെ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യത്തെ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. താഷ്കന്റ് കരാർ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ. താഷ്കന്റ് കരാർ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ. ഇന്ത്യൻ സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിത മായാവതി. ഇന്ത്യൻ സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിതയാണ് മായാവതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത് ജ്യോതി ബസു ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത് ജ്യോതി ബസു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെപ്പറ്റി പറയുന്ന 14-ാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെപ്പറ്റി പറയുന്ന 14-ാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21-ാമതാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൻ്റെ
വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാം അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് മിസോറാമാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം വനഭൂമി ഉള്ളതിലെ ഒന്നാം സ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒന്നാം സ്ഥാനമുള്ളത് മിസോറാമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിലെ സ്ഥാനം 13. ഇന്ത്യൻ റയർ എർത്ത് എവിടെയാണ്? ചവറയിലാണ്. ഇന്ത്യൻ റയർ എർത്ത് എവിടെയാണ്? ചവറ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത്, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷമാണ് 1920. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1920. ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ അന്റാർട്ടിക്ക പര്യടനം നടത്തിയ വർഷം 1982. ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ അന്റാർട്ടിക്ക പര്യടനം നടത്തിയ വർഷമാണ് 1982. ഇന്ത്യൻ ടെലഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത് രാമനാഥ പച്ച. ഇന്ത്യൻ ടെലഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത് രാമനാഥ പച്ച. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. അപ്പോൾ ഇത്രയും 50 ക്വസ്റ്റ്യൻസുമായിട്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.